സാമ്പത്തിക രംഗത്ത് അത്യുഗ്രൻ കുതിപ്പാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ലോകശക്തിയായ ചൈനയെ വരെ തകർത്തുകൊണ്ട് വൻ മുന്നേറ്റമാണ്. അതായത് നമ്മൾ ഈ പറഞ്ഞു വരുന്നത് സാമ്പത്തിക രംഗത്ത് വൻ കുതിപ്പ് നടത്തുന്ന ഇന്ത്യയിൽ ശതകോടീശ്വരന്മാരുടെ എണ്ണത്തിൽ കഴിഞ്ഞ വർഷം ഉണ്ടായത് 21% വർധനവാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. മാത്രവുമല്ല, ഏഷ്യയിലെ ശതകോടീശ്വരന്മാരുടെ തലസ്ഥാനം എന്ന നിലയിലേക്ക് മുംബൈ നഗരം ഉയരുകയും ചെയ്തിരിക്കുന്നു. അതായത് ഏഷ്യയിലെയാണ്, ഓർക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ശുഭവാർത്തയുടെ വിശദവിവരങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കിയാലോ. ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് മുംബൈയിൽ 92 ശതകോടീശ്വരന്മാരാണുള്ളത്. 91 ശതകോടീശ്വരന്മാരുള്ള ചൈനയുടെ ബെയ്ജിങ്ങിനെ പിന്തള്ളിക്കൊണ്ട് മുംബൈ ഇക്കാര്യത്തിൽ ലോകത്തിലെ 3ാമത്തെ നഗരം ആവുകയും ചെയ്തു. കഴിഞ്ഞ വർഷം മുംബൈ നഗരത്തിൽ പുതിയതായി 26 ശതകോടീശ്വരന്മാർ ഉണ്ടായപ്പോൾ ബെയ്ജിങ്ങിന് 18 ശതകോടീശ്വരന്മാരെ നഷ്ടപ്പെടുകയായിരുന്നു. 119 ശതകോടീശ്വരന്മാരുമായി ന്യൂയോർക്ക് ഏറ്റവും അധികം അതിസമ്പന്നർ താമസിക്കുന്ന നഗരങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്തെത്തിയപ്പോൾ 97 ശതകോടീശ്വരന്മാർ താമസിക്കുന്ന ലണ്ടൻ പട്ടികയിൽ 2ാം സ്ഥാനത്തുണ്ട്. വെറും 5 കോടീശ്വരന്മാരുടെ വ്യത്യാസത്തിൽ 3ാമതെത്തിയ ഇന്ത്യ ഏത് നിമിഷം വേണമെങ്കിലും 2ാം സ്ഥാനത്ത് എത്തുമെന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ത്യയിൽ ശതകോടീശ്വരന്മാരുടെ എണ്ണത്തിൽ 2ാമതുള്ളത് 68 ശതകോടീശ്വരന്മാരുള്ള തലസ്ഥാനം തന്നെയാണ്. ഇന്ത്യൻ സിലിക്കോൺ വാലി എന്നറിയപ്പെടുന്ന ബംഗളൂരു 27 ശതകോടീശ്വരന്മാരുമായി 3ാം സ്ഥാനത്തുണ്ട്. ഇന്ത്യൻ ശതകോടീശ്വരന്മാരിൽ അഗ്രഗണ്യൻ മുകേഷ് അംബാനി തന്നെയാണ്. അതിൽ മറ്റൊന്നും പറയാനല്ല. 92 ബില്യൺ പൗണ്ടിന്റെ ആസ്തിയാണ് മുകേഷ് അംബാനിക്കുള്ളത്. റിലയൻസ് ഇൻഡസ്ട്രീസ് മാനേജിംഗ് ഡയറക്ടറും ചെയർമാനും എന്ന നിലയിൽ 82 ബില്യൺ പൗണ്ട് വരുമാനമുള്ള വ്യവസായങ്ങളെയാണ് അദ്ദേഹം നിയന്ത്രിച്ചു വരുന്നത്. ബ്രിട്ടനിൽ സാമ്പത്തിക മാന്ദ്യം അധികം വൈകാതെ എത്തുമെന്നാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അതേസമയം നമ്മുടെ ഇന്ത്യ എടുത്ത് നോക്കിയാൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വേഗതയിലുള്ള വളർച്ച രേഖപ്പെടുത്തുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ ലണ്ടനെ പിന്തള്ളി മുംബൈ ശതകോടീശ്വരന്മാരുടെ എണ്ണത്തിൽ 2ാം സ്ഥാനത്തെത്തും എന്നത് ഉറപ്പ് തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ 10 വർഷ ഭരണകാലത്ത് ഇന്ത്യയിൽ ശതകോടീശ്വരന്മാരുടെ എണ്ണം ഇരട്ടിയിലേറെയായി വർദ്ധിച്ചെന്ന് സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായ പ്രമുഖ ധനകാര്യ സ്ഥാപനം UBSന്റെ റിപ്പോർട്ടുകളും പുറത്തു വന്നിരിക്കുകയാണ്. ഏഷ്യ പസഫിക് മേഖലയിൽ സമ്പദ് രംഗത്ത് ഏറെ തിളക്കമുള്ള രാജ്യമായ ഇന്ത്യയിൽ ശതകോടീശ്വരന്മാരുടെ ആസ്തി കഴിഞ്ഞ ദശാബ്ദത്തിൽ 3 ഇരട്ടിയോളം ഉയർന്ന് $905.6 ബില്യൺ, ഏകദേശം 76.60 ലക്ഷം കോടി രൂപ എത്തിയെന്നും റിപ്പോർട്ടിലുണ്ട്. മോദിയുടെ നേതൃത്വത്തിലുള്ള NDA മുന്നണിയുടെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഇന്ത്യയെ ലോകത്തെ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാക്കിയെന്നും അനിതര സാധാരണമായ സാമ്പത്തിക വളർച്ചയാണ് ഇക്കാലയളവിൽ രാജ്യം നേടിയതെന്നും UBS ചൂണ്ടിക്കാണിക്കുന്നു. US, ചൈന എന്നിവ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും അധികം ശതകോടീശ്വരന്മാരുള്ളത് നമ്മുടെ ഇന്ത്യയിലാണ്. ആസ്തിയിലും ഇവയ്ക്ക് പിന്നിലായി 3ാമതാണ് ഇന്ത്യൻ ശതകോടീശ്വരന്മാർ. 2023 153 നിന്ന് 2024 ഇന്ത്യൻ ശതകോടീശ്വരന്മാരുടെ എണ്ണം 185 ആയിട്ടാണ് വർദ്ധിച്ചത്. ഇവരിൽ 55.7% പേർ സ്വയാർജിത ശതകോടീശ്വരന്മാരാണ്. $100 കോടി അതായത് ഏകദേശം 8400 കോടി രൂപ ആസ്തിയുള്ളവരാണ് ശതകോടീശ്വരന്മാർ എന്ന് പറയുന്നത്. 40 ഇന്ത്യക്കാരാണ് പുതുതായി ശതകോടീശ്വര പട്ടം ഈ വർഷം ചൂടിയതും. 7 പേർ ശതകോടീശ്വരന്മാർ അല്ലാതായി. 2023 637.1 ബില്യൺ ആയിരുന്നു. അതായത് 53.5 ലക്ഷം കോടി രൂപയായിരുന്നു ഇന്ത്യൻ ശതകോടീശ്വരന്മാരുടെ സംയോജിത ആസ്തി. ഇതാണ് 2024 $905.6 ബില്യൺ ആയത്. ചൈനീസ് ശതകോടീശ്വരന്മാരുടെ എണ്ണം 2023 520 നിന്ന് 427 കുറയുകയും ചെയ്തു. 42 പേർ പുതുതായി പട്ടികയിൽ ഇടം പിടിച്ചപ്പോൾ 132 പേർ പുറത്താവുകയും ചെയ്തു. സംയോജിത ആസ്തി എന്ന് പറയുന്നത് $1.8 ട്രില്യൺ നിന്ന് $1.44 ട്രില്യൺ ആയും കുറഞ്ഞിട്ടുണ്ട്. US-ൽ 835 ശതകോടീശ്വരന്മാരുണ്ട്. പുതുതായി 101 പേർ ഇടം പിടിച്ചു. US ശതകോടീശ്വരന്മാരുടെ സംയോജിത ആസ്തി എന്ന് പറയുന്നത് $5.8 ട്രില്യൺ ആണ്. വളർച്ച 27.6%. ലോകത്തെ മൊത്തം ശതകോടീശ്വരന്മാരുടെ സംയോജിത ആസ്തിയിൽ 40% US ശതകോടീശ്വരന്മാരുടെ കൈവശം തന്നെയാണ്. 2020 വരെ ചൈനയിൽ ദൃശ്യമായതിന് സമാനമായ വളർച്ചയാണ് ഇന്ത്യയിലും ശതകോടീശ്വരന്മാർ കാഴ്ചവെക്കുന്നതെന്നാണ് UBSന്റെ റിപ്പോർട്ടുകൾ പറയുന്നത്. ശതകോടീശ്വരന്മാരായ സംരംഭകരുടെ എണ്ണത്തിൽ അടുത്ത ദശാബ്ദത്തിലും ഇന്ത്യ മികച്ച വളർച്ചയാകും നേടുക. അതിവേഗ നഗരവൽക്കരണം, ഡിജിറ്റലൈസേഷൻ, മാനുഫാക്ചറിംഗ് മേഖലയിലെ വളർച്ച തുടങ്ങിയ അനുകൂല ഘടകങ്ങളാണ് കരുത്ത്. ഇന്ത്യയിൽ ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്ത 108 കുടുംബ ബിസിനസ് സംരംഭങ്ങളുണ്ടെന്ന് 2017 ക്രെഡിറ്റ് സ്വിസിന്റെ ഒരു റിപ്പോർട്ട് വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടെ NSEയുടെ നിഫ്റ്റി 500 സൂചിക മുന്നേറിയത് ഇരട്ടിയിൽ ഏറെയുമാണ്.
ഇതിന് ആനുപാതികമായി ശതകോടിച്ചില കുടുംബങ്ങളുടെ സമ്പത്തും വളർന്നിട്ടുണ്ട്. ഫാർമ, എഡ്യൂടെക്, ഫിൻടെക്, ഭക്ഷണ വിതരണ മേഖലകൾ എന്നിവയിലൊക്കെയാണ് ഇവർ കൂടുതലും ശ്രദ്ധയൂന്നുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും ഇത്രയും അറിഞ്ഞ സ്ഥിതിക്ക് ഇന്ത്യൻ ശതകോടീശ്വരന്മാരുടെ ചില മുന്നേറ്റ വിശേഷങ്ങൾ കൂടി നമുക്കൊന്ന് അറിഞ്ഞാലോ അല്ലേ? ആഗോള സമ്പദ് വ്യവസ്ഥയിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന രാജ്യമായി നമ്മുടെ ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ സംരംഭകരും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഗണ്യമായ സംഭാവന നൽകുന്നുണ്ട്. ഇന്ത്യയിലെ അതിസമ്പന്നരുടെ എണ്ണം അന്താരാഷ്ട്ര രംഗത്തും ഇന്ത്യയുടെ സ്വാധീനം എടുത്തു കാണിക്കുകയാണ്. ഈ വർഷം ഏപ്രിലിൽ ഫോബ്സ് ലോകത്തിലെ അതിസമ്പന്നരുടെ പട്ടിക പുറത്തിറക്കിയിരുന്നു. ഇതിൽ 200 ഇന്ത്യക്കാരാണ് സ്ഥാനം നേടിയത്. മുൻ വർഷത്തേക്കാൾ 41% വർധനമാണ് ഇന്ത്യയുടെ സമ്പത്തിലുണ്ടായത്. ഇന്ത്യൻ ശതകോടീശ്വരന്മാരുടെ 2024 സംയോജിത സമ്പത്ത് $954 ബില്യൺ. 2023 ഇത് $675 ബില്യൺ ആയിരുന്നു. ഫോബ്സ് പുറത്തുവിട്ട പട്ടിക പ്രകാരം ഗൗതം അദാനിയാണ് ഇന്ത്യയിലെ അതിസമ്പന്നരിൽ രണ്ടാമൻ. അടുത്തിടെയാണ് മക്കൾക്കും അനന്തരവനും തന്റെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ താക്കോൽ സ്ഥാനം കൈമാറുന്നതായി അദാനി പ്രഖ്യാപിച്ചത്. ഇന്ത്യയിലെ 100 ശതകോടീശ്വരന്മാരിൽ ഏറ്റവും സമ്പന്നൻ അത് മുകേഷ് അംബാനി തന്നെയാണ്. സാവിത്രി ജിൻഡാലിന്റെ മകനും OP ജിൻഡൽ ഗ്രൂപ്പിന്റെ അനന്തരാവകാശിയുമായ സജ്ജൻ ജിൻഡാലാണ് പട്ടികയിൽ 3-ാം സ്ഥാനത്തുള്ളത്. സജ്ജന്റെ നേതൃത്വത്തിലാണ് MG മോട്ടോഴ്സ് ഇലക്ട്രിക് രംഗത്തേക്ക് ചുവടുമാറ്റിയത്. പട്ടികയിൽ ഉൾപ്പെട്ട വനിതാ ശതകോടീശ്വരന്മാരുടെ ഇടയിൽ സാവിത്രി ജിൻഡാലുമുണ്ട്. സ്വകാര്യ ഉടമസ്ഥതയിലുള്ള വാക്സിൻ നിർമ്മാതാവായ ബയോളജിക്കൽ EA നിയന്ത്രിക്കുന്ന മഹിമ ഡാറ്റ്ല ഫോബ്സ് പട്ടികയിൽ ഇടം നേടിയ 4 പുതുമുഖങ്ങളിൽ ഒരാളായി മാറി. ജനറിക് മരുന്നുകളുടെയും ഫാർമ ചേരുവകളുടെയും നിർമ്മാതാക്കളായ ഹെറ്ററോ ലാബ്സിന്റെ സ്ഥാപകനായ B പാർത്ഥസാരഥി റെഡ്ഡി, നിഖിൽ കാമത്ത്, ഗോദ്രേജ് ഇൻഡസ്ട്രീസിന്റെ ഗ്രൂപ്പിന്റെ ആദി നാദിർ സഹോദരങ്ങൾ, വസ്ത്ര നിർമ്മാതാക്കളായ ഷാഹി എക്സ്പോർട്സിന്റെ ഹരീഷ് അഹൂജ, സോളാർ പാനലുകളും മൊഡ്യൂളുകളും നിർമ്മിക്കുന്ന പ്രീമിയർ എനർജീസിന്റെ സ്ഥാപകനും ചെയർമാനുമായ സുരേന്ദർ സലൂജ, സൺ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിന്റെ സ്ഥാപകനായ ദിലീപ് ഷാങ്വി, ടോറിൻ ഗ്രൂപ്പിലെ സഹോദരങ്ങളായ സുധീർ മേത്ത, സമീർ മേത്ത എന്നിവരും ഫോബ്സ് പുറത്തുവിട്ട അതിസമ്പന്നരുടെ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മുകേഷ് അംബാനി ഫോബ്സിന്റെ 2024 ഇന്ത്യയിലെ 100 സമ്പന്നരായ മുതലാളിമാരുടെ പട്ടികയിൽ ഒരിക്കൽ കൂടി 1-ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുമുണ്ട്. കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന്റെ സമ്പത്ത് $27.5 ബില്യൺ വർദ്ധിച്ചത്. അതേസമയം 100 അതിസമ്പന്നരുടെ കൂട്ടായ സമ്പത്ത് ആദ്യമായിട്ട് $1 ട്രില്യൺ കവിഞ്ഞിട്ടുമുണ്ട്. അംബാനിയുടെ ആസ്തി ഇപ്പോൾ $119.5 ബില്യൺ ആണ്. ഇത് അദ്ദേഹത്തിന്റെ ഇന്ത്യയിലെ ഏറ്റവും ധനികനായ വ്യക്തി മാത്രമല്ല, 2024 ആഗോളതലത്തിൽ ഡോളറിന്റെ മൂല്യത്തിൽ 2ാമത്തെ വലിയ നേട്ടമുണ്ടാക്കുകയും ചെയ്യുന്നു. ഇത് അദ്ദേഹത്തിന്റെ ലോകത്തിലെ 13ാമത്തെ ധനികനാക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ മുൻനിര സമ്പന്നരുടെ $1 ട്രില്യൺ സമ്പത്ത് മറികടന്നിട്ടുമുണ്ട്. അതായത് ഇന്ത്യയിലെ അതിസമ്പന്നർക്ക് ഈ വർഷം ഒരു നാഴികക്കല്ലാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഫോബ്സ് പറയുന്നതനുസരിച്ച് 100 അതിസമ്പന്നരുടെ സംയോജിത സമ്പത്ത് $1.1 ട്രില്യൺ എത്തിയല്ലോ. 2023 $799 ബില്യൺ നിന്ന് 40% വർധനയാണ് ഉണ്ടായത്. ഈ വളർച്ചയ്ക്ക് പ്രധാന കാരണം ഓഹരി വിപണികളുടെ ശക്തമായ പ്രകടനമാണ്. BSE സെൻസെക്സ് കഴിഞ്ഞത് മുതൽ 30% ഉയർന്നിട്ടുമുണ്ട്. ഫലമായി ലിസ്റ്റിലുള്ളവരിൽ 80%-ലധികം സമ്പന്നരാണുള്ളത്. 58 വ്യക്തികൾ $1 ബില്യൺ അതിൽ കൂടുതലോ തങ്ങളുടെ സമ്പത്തിലേക്ക് കൂട്ടിച്ചേർത്തിട്ടുമുണ്ട്. ഫോബ്സ് അതിന്റെ റിപ്പോർട്ടിൽ എടുത്തു കാണിക്കുന്ന കാര്യങ്ങളാണിത്. മറ്റൊന്ന്, സൺ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിന്റെ സ്ഥാപകനായ ദിലീപ് ഷാങ്വി പട്ടികയിൽ 5-ാം സ്ഥാനത്തേക്ക് ഉയർന്നതോടെ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായം ഇന്ത്യയിലെ സമ്പത്തിന്റെ ഒരു പ്രധാന ഘടകമായി മാറി. അദ്ദേഹത്തിന്റെ ആസ്തി 2023 $19 ബില്യൺ ആയിരുന്നപ്പോൾ പിന്നീട് ഇപ്പോൾ $32.4 ബില്യൺ ആയിട്ട് ഉയർന്നിട്ടുമുണ്ട്. അതേസമയം ടോറൻ ഫാർമസ്യൂട്ടിക്കൽസിന് ചുക്കാൻ പിടിക്കുന്ന സഹോദരങ്ങളായ സുധീറും സമീർ മേത്തയും തങ്ങളുടെ സമ്പത്ത് ഇരട്ടിയിലേറെ വർദ്ധിപ്പിച്ച് $16.3 ബില്യൺ എത്തി. കമ്പനി ഈ മേഖലയിൽ ഏറ്റെടുക്കലുകൾക്കായി ശ്രമിക്കുന്നതിനാൽ അവരുടെ വിജയം ടോറന്റിന്റെ വിപുലീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. $3.95 ബില്യൺ ആസ്തിയുമായി 81-ാം സ്ഥാനത്തെത്തിയ ഹെറ്ററോ ലാബ്സിന്റെ സ്ഥാപകൻ B പാർത്ഥസാരഥി റെഡ്ഡി ഉൾപ്പെടെ 4 പുതിയ ശതകോടീശ്വരന്മാരെ 2024 പട്ടിക സ്വാഗതം ചെയ്തിട്ടുണ്ട്. ബയോളജിക്കൽ ഇയുടെ പിന്നിലെ ശക്തിയായ മഹിമ ദറ്റ്ല $3.3 ബില്യൺ 100-ാം സ്ഥാനത്താണ്. ഷാഹി എക്സ്പോർട്സിന്റെ ഹരീഷ് അഹൂജ, പ്രീമിയർ എനർജീസിന്റെ സുരേന്ദർ സലൂജ എന്നിവരാണ് മറ്റ് ശ്രദ്ധേയരായ പുതുമുഖങ്ങൾ. അപ്പോൾ ഇന്ത്യയുടെ ഈ വമ്പൻ നേട്ടത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എന്തായാലും കമന്റിൽ കുറിക്കൂ. അതോടൊപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.